Dear students, +1 ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലെ മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നന്നായി പഠിക്കുക, നന്നായി മനസ്സിലാക്കി വെക്കുക. 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങളായിട്ടാണ് മിക്കവാറും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ആദ്യം 1 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, observe the relationship between the first pair and fill up the blanks using appropriate terms. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ 1 മാർക്കിന് വരാറുള്ളതാണ്. കാൾ ലിനേയസ്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, RH വിറ്റാക്കർ ഡാഷ്, അതായിരിക്കാം ക്വസ്റ്റ്യൻ. അല്ലാന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, കാൾ ലിനേയസ്, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡാഷ് അങ്ങനെയും ചോദിക്കാം. അപ്പൊ 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇതാണ് 1 മാർക്കിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ RH വിറ്റാക്കറിന്റെ അവിടെ നിങ്ങൾ എഴുതേണ്ടത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. രണ്ടാമത് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മൊണീറ പ്രോകാരിയോട്ട് പ്രോട്ടിസ്റ്റ ഡാഷ്. അപ്പൊ പ്രോട്ടിസ്റ്റ ഒരു യൂകാരിയോട്ട് ആണ്. പ്രോട്ടിസ്റ്റയ്ക്ക് പകരം ഇവിടെ ഫഞ്ചയോ അല്ലെങ്കിൽ പ്ലാന്റയോ ആനിമാലിയോ ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ മൊണീറ ഒഴികെ ബാക്കി ഏത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ ആൻസർ യൂകാരിയോട്ട് ആണ്. മൊണീറ പ്രോകാരിയോട്ടിന് എക്സാമ്പിൾ. കിങ്ഡം മൊണീറയില് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസും ബാക്കി എല്ലാ കിങ്ഡത്തിലും യൂകാരിയോട്ടിക് ഓർഗാനിസംസും ആണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് അറിഞ്ഞ കുട്ടിക്ക് ഇത് ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബാക്ടീരിയോഫേജസ്. ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞാല് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസുകളാണ്. ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസുകളെയാണ് നമ്മൾ ബാക്ടീരിയോഫേജസ് എന്ന് പറയാം. അപ്പൊ ബാക്ടീരിയോഫേജസിന്റെ ഫീച്ചേഴ്സിൽ ഇതിൽ ഉൾപ്പെടാത്തത് ഏതെങ്കിലും ഉണ്ടോ, അതോ എല്ലാം ബാക്ടീരിയോഫേജസിന്റെ ഫീച്ചേഴ്സ് ആണോ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 3 ഫീച്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ദേ ആർ ബാക്ടീരിയൽ വൈറസസ്, ദേ ഹാവ് ഡബിൾ സ്ട്രാൻഡഡ് DNA ആസ് ജനറ്റിക് മെറ്റീരിയൽ, ദ പ്രോട്ടീൻ കോട്ട് ഇസ് കോൾഡ് ക്യാപ്സിഡ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ വൈറസുകളാണ്, ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസുകളാണ്. പിന്നെ രണ്ടാമത്തെ ഫീച്ചർ, ദേ ഹാവ് ഡബിൾ സ്ട്രാൻഡഡ് DNA ആസ് ജനറ്റിക് മെറ്റീരിയൽ, അതും ബാക്ടീരിയോഫേജിന്റെ ഒരു ഫീച്ചറാണ്. ബാക്ടീരിയോഫേജിന് ഡബിൾ സ്ട്രാൻഡഡ് DNA, പ്ലാന്റ് വൈറസുകൾക്ക് സിംഗിൾ സ്ട്രാൻഡഡ് RNA, ആനിമൽ വൈറസുകൾക്ക് സിംഗിൾ ഓർ ഡബിൾ സ്ട്രാൻഡഡ് RNA ഓർ DNA നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡബിൾ സ്ട്രാൻഡഡ് DNA എന്ന് പറയുന്നത് ബാക്ടീരിയോഫേജിന്റെ ഫീച്ചർ തന്നെയാണ്. അപ്പൊ സെക്കൻഡും കറക്റ്റ് ആണ്. ദെൻ തേർഡ് വൺ, ദ പ്രോട്ടീൻ കോട്ട് ഇസ് കോൾഡ് ക്യാപ്സിഡ്. ഏത് വൈറസ് ആയിക്കോട്ടെ, പ്ലാന്റ് വൈറസോ ആനിമൽ വൈറസോ ബാക്ടീരിയോഫേജോ ഏത് വൈറസ് ആണെങ്കിലും ആ വൈറസിന്റെ പ്രോട്ടീൻ കോട്ടിനെ വിളിക്കുന്ന പേര് ക്യാപ്സിഡ് തന്നെയാണ്. അപ്പോ ഈ 3 ഫീച്ചേഴ്സും കറക്റ്റ് ആണ്. സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഓൾ ഓഫ് ദീസ്. അപ്പൊ പെട്ടെന്ന് എയും ബിയും വായിച്ചിട്ട് A ആൻഡ് B എന്ന് എഴുതി പോവരുത്. മുഴുവനും ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രമേ ആൻസർ എഴുതാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മിക്ക കുട്ടികളും എയും ബിയും വായിച്ചു ഉടനെ സി വായിക്കാതെ എയും ബിയും കറക്റ്റ് ആണെന്നുള്ളത് എഴുതി വെക്കും. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ് എന്നുള്ളത് എഴുതി വെക്കും. അപ്പൊ 3ഉം ശ്രദ്ധിച്ച് വായിക്കുക, അതിനുശേഷം മാത്രം ആൻസർ ചെയ്യാം. Then third question, with respect to fungal sexual cycle, choose the correct sequence of events. കിങ്ഡം ഫഞ്ചയിലെ ജനറൽ ക്യാരക്ടേഴ്സിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ 3 സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് കറക്റ്റ് ഓർഡറിൽ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരിയോഗമി, പ്ലാസ്മോഗമി, മിയോസിസ്, മിയോസിസ്, പ്ലാസ്മോഗമി, കാരിയോഗമി, പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ്, മിയോസിസ്, കാരിയോഗമി ആൻഡ് പ്ലാസ്മോഗമി. ഇതിലേതാണ് കറക്റ്റ് സീക്വൻസ് ഓഫ് ഈവന്റ്സ്? സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ്. ആദ്യം ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഓർ പ്ലാസ്മോഗമി, സെക്കൻഡ് ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയൈ കാരിയോഗമി, തേർഡ് മിയോസിസ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് സീക്വൻസ് പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ്. ഈ തേർഡ് വൺ പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ്. Then fill in the blanks. 1 മാർക്കിന് ചോദിക്കാവുന്ന കുറച്ച് fill in the blanks ആണ്. The name virus was given by. വൈറസിന് ആ വൈറസ് എന്നുള്ള പേര് കൊടുത്ത സയന്റിസ്റ്റിന്റെ പേര് ലൂയി പാസ്ചർ. Then viruses were discovered by ഇവാനോവ്സ്കി. പിന്നെ ഫംഗൽ സെൽ വാൾ is formed of dash and polysaccharides. ഫംഗസിന്റെ ജനറൽ ക്യാരക്ടേഴ്സിൽ പറയുന്ന ഒരു സെന്റൻസ് ആണ്. ഫംഗസിന്റെ സെൽ വാൾ ഫോം ചെയ്തിരിക്കുന്ന കമ്പോണന്റ് എന്താണെന്നുള്ളത് കൈറ്റിനും പോളിസാക്കറൈഡ്സും. അപ്പൊ അവിടുത്തെ കൈറ്റിൻ ആണ് ഇമ്പോർട്ടന്റ്. കൈറ്റിൻ എന്നുള്ള പേര് കിട്ടിയില്ലെങ്കിൽ ഫംഗൽ സെല്ലുലോസ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടാറുണ്ട്. അപ്പോ കൈറ്റിൻ എന്നുള്ളതാണ് കറക്റ്റ് ടേം. ദെൻ എക്സാമ്പിൾ ഫോർ യൂണിസെല്ലുലാർ ആസ്കോമൈസീറ്റ്, അതും ഫംഗസിന്റെ ജനറൽ ക്യാരക്ടേഴ്സിൽ പറയുന്ന ഒരു കാര്യമാണ്.
ഫംഗസ് യൂക്കാരിയോട്ടിക്കും മൾട്ടി സെല്ലുലാറും ആണെങ്കിലും അതിൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള മെമ്പേഴ്സിനെ കാണാം. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈസ്റ്റ്. ദെൻ നെയിം വൈറസ് മീൻസ്. വൈറസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വീനം ഓർ പോയ്സൺ. ആ പേര് കൊടുത്തത് പാസ്ചർ ആണ്. ദെൻ ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഇൻ കിങ്ഡം ആനിമാലിയ. ആ ടേബിളിൽ പറയുന്ന കാര്യമാണ്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ, ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. അതിൽ ഹെറ്ററോട്രോഫിക്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. കിങ്ഡം ആനിമാലിയയുടെ ന്യൂട്രീഷന്റെ ടൈപ്പ് അല്ലെങ്കിൽ മോഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഹോളോസോയിക് ന്യൂട്രീഷൻ. ഇതൊക്കെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഓൾ യൂകാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ബിലോങ് ടു മുണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, ബാക്ടീരിയ. ഏത് ഗ്രൂപ്പിലാണ് എല്ലാ യൂകാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഉൾപ്പെടുക എന്നുള്ളത്. ഇതും ആ ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂണിസെല്ലുലാർ ആണെങ്കിൽ മുണീറ ആവാം, പ്രൊട്ടിസ്റ്റ ആവാം. പക്ഷെ യൂകാരിയോട്ടിക് ആണെങ്കിൽ കിങ്ഡം പ്രൊട്ടിസ്റ്റ. Then 11th question, an association between roots of higher plants and fungi is called dash. Lichen, fern, mycorrhiza, BGA. BGA എന്ന് പറയുന്നത് ബ്ലൂ ഗ്രീൻ ആൽഗേനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലൈക്കൻ, ഫേൺ, മൈക്കോറൈസ, ബ്ലൂ ഗ്രീൻ ആൽഗെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫംഗസിന്റെ ജനറൽ ക്യാരക്ടേഴ്സിൽ ഫംഗസ് രണ്ട് രീതിയിൽ അസോസിയേറ്റഡ് ആയിട്ട് ജീവിക്കുന്നുണ്ട്. ഒന്ന് ആൽഗയുടെ കൂടെ, അപ്പൊ നമ്മൾ അതിനെ ലൈക്കൻ എന്ന് വിളിക്കും. രണ്ടാമത്തത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സിൽ, അപ്പോൾ മൈക്കോറൈസ എന്ന് പറയും. അപ്പൊ മൈക്കോറൈസ എന്ന് പറയുന്ന ടേമിൽ തന്നെ ഉണ്ട്. മൈക്കോ എന്ന് പറഞ്ഞാൽ ഫംഗസിനോട് ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫംഗസിനോട് റിലേറ്റ് ചെയ്യുന്ന ഒരു ടേമാണ്. റൈസ എന്ന് പറഞ്ഞാൽ റൂട്ട്. അപ്പൊ മൈക്കോറൈസയാണ് ഫംഗസും ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടും തമ്മിലുള്ള അസോസിയേഷൻ. ദെൻ 12th question, കണ്ടേജിയം വൈവം ഫ്ലൂയിഡം വാസ് പ്രപ്പോസ്ഡ് ബൈ. പോയ്സണസ് ഫ്ലൂയിഡ് ആണ് എന്ന് കാണിക്കുന്ന ആ ഒരു ടേമാണ് കണ്ടേജിയം വൈവം ഫ്ലൂയിഡം വാസ് പ്രപ്പോസ്ഡ് ബൈ DJ ഇവനോവ്സ്കി, MW ബേജറിംഗ്, സ്റ്റാൻലി, റോബർട്ട് ഹൂക്ക്. ഇതിലേത് സയന്റിസ്റ്റ് ആണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്? അത് MW ബേജറിംഗ് ആണ്. DJ ഇവനോവ്സ്കി ആരാണ്? വൈറസ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് അല്ലെങ്കിൽ കണ്ടെത്തിയ ആളാണ്. ദെൻ സ്റ്റാൻലി വൈറസിലെ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ആണെന്ന് കണ്ടുപിടിച്ചു. മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ആണെന്ന് കണ്ടുപിടിച്ച ആളാണ് സ്റ്റാൻലി. റോബർട്ട് ഹൂക്ക് സെല്ല് ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റ് ആണ്. അപ്പോ MW ബേജറിംഗ് ആണ് കണ്ടേജിയം വൈവം ഫ്ലൂയിഡം എന്ന് വൈറസിനെ അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്ട് ചെയ്യുന്ന ആ ഒരു ഇൻഫെക്ഷ്യസ് ഫ്ലൂയിഡിനെ വിളിച്ചത്. 13th question, the mode of nutrition in kingdom animalia is. ഇത് നേരത്തെയും ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കിങ്ഡം ആനിമാലിയയിലെ മോഡ് ഓഫ് ന്യൂട്രീഷന്റെ പേര് ഹോളോസോയിക് എന്നാണ്. ഹെട്രോട്രോഫിക് എന്ന് എഴുതിയാലും ചിലപ്പോൾ ഇവിടെ മാർക്ക് കിട്ടാറുണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ടേം ഹോളോസോയിക് ആണ്. ഹോളോസോയിക്കും ഹെട്രോട്രോഫിക് ന്യൂട്രീഷനിലെ ഒരു ടൈപ്പാണ്. പാരാസിറ്റിക്കും സാപ്രോഫൈറ്റിക്കും പോലെ വേറൊരു ടൈപ്പാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ. അതാണ് കിങ്ഡം ആനിമാലിയയിലെ മോഡ് ഓഫ് ന്യൂട്രീഷൻ. Then 14th question, who showed that viruses could be crystallized and it consists largely of proteins. വൈറസിനെ ക്രിസ്റ്റലൈസ് ചെയ്യാമെന്നും അതിലെ മേജർ കമ്പോണന്റ് പ്രോട്ടീൻ ആണെന്നും കണ്ടെത്തിയ സയന്റിസ്റ്റ് ആരാണ്? നേരത്തെ പറഞ്ഞതാണ് സ്റ്റാൻലി. Then 15th question, the protein coat of virus called dash is made up of small subunits called capsomeres. അപ്പോൾ വൈറസിന്റെ പ്രോട്ടീൻ കോട്ടിന്റെ പേരാണ് ക്വസ്റ്റ്യൻ. വൈറസിന്റെ പ്രോട്ടീൻ കോട്ടിനെ നമ്മൾ ക്യാപ്സിഡ് എന്നാണ് പറയുക. ക്യാപ്സിഡ് ഇസ് മേഡ് അപ്പ് ഓഫ് സ്മോൾ സബ് യൂണിറ്റ്സ് കോൾഡ് ക്യാപ്സോമിയസ്. അപ്പൊ ക്യാപ്സിഡോ ക്യാപ്സോമിയസോ ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. പ്രോട്ടീൻ കോട്ടാണെങ്കിൽ കോട്ടിന്റെ പേര് ക്യാപ്സിഡ്. അതല്ല അതിലെ ഇൻഡിവിജ്വൽ സബ് യൂണിറ്റ്സിന്റെ പേരാണ് ചോദിച്ചതെങ്കിൽ ദാറ്റ് ഇസ് ക്യാപ്സോമിയസ്. ദെൻ വാട്ട് ആർ ബാക്ടീരിയോഫേജസ്? ഇതും നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. വൈറസസ് ഇൻഫെക്ടിംഗ് ബാക്ടീരിയ ആർ നോൺ ആസ് ബാക്ടീരിയോഫേജസ്. ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസുകളെയാണ് നമ്മൾ ബാക്ടീരിയോഫേജസ് എന്ന് വിളിക്കുക. നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഹൂ പ്രപ്പോസ്ഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? നെയിം ദ 5 കിങ്ഡംസ്. RH വിറ്റാക്കർ. പിന്നെ 5 കിങ്ഡംസിന്റെ പേര് കിങ്ഡം മുണീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം ആനിമാലിയ. അപ്പോ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. Then what are the criteria of 5 kingdom classification proposed by RH Whittaker? RH Whittaker 5 kingdom classification പ്രപ്പോസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഏതൊക്കെയാണ്? 5 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് RH Whittaker 5 kingdom പ്രപ്പോസ് ചെയ്തത്. They are cell nature, thallus organization, nutrition, reproduction, phylogenetic relationships. അപ്പോൾ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ക്രൈറ്റീരിയ ഓഫ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ്ഡ് ബൈ RH Whittaker? ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, സോറി. Then third question, what is symbiosis? Give 2 examples.
ഇത് ഫംഗസിന്റെ ജനറൽ ക്യാരക്ടേഴ്സിൽ വരുന്ന ഒരു ടേം ആണ് സിംബയോസിസ്. നോട്ട് ചെയ്യാതെ പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, മ്യൂച്വൽ ബെനിഫിഷ്യൽ അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർഗാനിസംസ്. രണ്ട് ഓർഗാനിസംസ് തമ്മിൽ പരസ്പരം സഹായിച്ച് ജീവിക്കുന്ന ആ ഒരു പ്രത്യേക അസോസിയേഷനെയാണ് നമ്മൾ സിംബയോസിസ് അല്ലെങ്കിൽ മ്യൂച്വലിസം എന്ന് വിളിക്കാറുണ്ട്. സിംബയോസിസ് ഓർ മ്യൂച്വലിസം. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ആണ് ലൈക്കനും മൈക്കോറൈസയും. നേരത്തെ പറഞ്ഞു, ലൈക്കനിൽ ഫംഗസും ആൽഗയും ഒരുമിച്ച് പരസ്പരം സഹായിച്ച് ജീവിക്കുന്നു. മൈക്കോറൈസ ഫംഗസും ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സും തമ്മിലുള്ള ഒരു അസോസിയേഷൻ ആണ്. അപ്പൊ ഇതാണ് സിംബയോസിന്റെ രണ്ട് എക്സാമ്പിൾസ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈറസസ് ആർ കോൾഡ് ബയോളജിക്കൽ പസിൽ. വൈ? വൈറസസിന് ലിവിങ്ങും നോൺ ലിവിങ്ങും ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് വൈറസുകൾ ലിവിംഗ് ക്യാരക്ടേഴ്സും കാണിക്കുന്നു, നോൺ ലിവിംഗ് ക്യാരക്ടേഴ്സും കാണിക്കുന്നു. അതുകൊണ്ടാണ് അവയെ ബയോളജിക്കൽ പസിൽ എന്ന് വിളിക്കുന്നത്. വൈറസസ് പൊസസ് ബോത്ത് ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് ക്യാരക്ടേഴ്സ്, സോ ദേ ആർ കോൾഡ് ബയോളജിക്കൽ പസിൽ. ഇതും 2 മാർക്സിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ലിസ്റ്റ് സം സിംറ്റംസ് ഓഫ് വൈറസ് ഇൻ പ്ലാന്റ്സ്. ടെക്സ്റ്റിൽ പറയുന്ന സിംറ്റംസ് ഓർത്ത് വെക്കുക. 2-3 സിംറ്റംസ് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. എന്നാലും മിനിമം ഒരു 4 സിംറ്റംസ് എങ്കിലും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. മൊസൈക് ഫോർമേഷൻ, ലീഫ് റോളിംഗ് ആൻഡ് കേളിംഗ്, യെല്ലോയിങ്, വെയിൻ ക്ലിയറിംഗ്, ഡ്വാർഫിംഗ്, സ്റ്റണ്ടഡ് ഗ്രോത്ത്. മൊസൈക് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ലീഫിന്റെ മുകളിൽ മൊസൈക്ക് പോലത്തെ പുള്ളികൾ. ലീഫ് റോളിംഗ്, ലീഫ് ചുരുള് അല്ലെങ്കിൽ കേൾ ചെയ്യുക. ദെൻ യെല്ലോയിങ്, മഞ്ഞ കളർ കാണുക. വെയിൻ ക്ലിയറിംഗ്, വെയിൻസ്, ലീഫിന്റെ മുകളിലുള്ള വെയിൻസ് നശിക്കുക. ഡ്വാർഫിംഗ് ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്, അതായത് വളർച്ച മുരടിക്കുക. ഇത്രയുമാണ് പ്ലാന്റ്സിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന ഡിസീസസ് കാണിക്കുന്ന സിംറ്റംസ്. ദെൻ വൈറസസ് കോസ് മെനി ഡിസീസസ് ഇൻ ആനിമൽസ്. ലിസ്റ്റ് എനി 4 വൈറൽ ഡിസീസസ്. മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പീസ്, ഇൻഫ്ലുവൻസ, എയ്ഡ്സ്, അതുപോലത്തെ ഇപ്പോഴത്തെ COVID-19 ഒക്കെ നമുക്ക് ആനിമൽ ഡിസീസസ് ആയിട്ട് എഴുതാൻ പറ്റും. വൈറസസ് കോസ് ചെയ്യുന്ന ആനിമൽ ഡിസീസ്. അതുപോലെ കോമൺ കോൾഡ്, അതും വൈറസ് കോസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസീസ് വേണമെങ്കിലും എഴുതാം. Then 7th one, observe the diagrams and identify the types of bacteria marked as A, B, C and D. ടെക്സ്റ്റിലെ NCERT ടെക്സ്റ്റിലെ പിക്ചർ ആണിത്. അപ്പൊ ഇതിൽ A, B, C, D ഏതൊക്കെ ടൈപ്പ് ബാക്ടീരിയ ആണെന്ന് ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണിത്. ഇത് പ്രോകാരിയോട്ടിക് സെല്ലിന്റെ ഡെഫിനിഷനിൽ ഇത് വരുന്നത് കൊണ്ട്, ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞത്, ഈ ഒരു ചാപ്റ്ററിൽ ഇത് പറഞ്ഞത് കേട്ടോ. അവിടെ നമ്മൾ അത്ര ശ്രദ്ധിച്ചോളന്നില്ല. അപ്പൊ ഈ ഒരു പിക്ചർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലാണ് ഉള്ളത്. പക്ഷെ ആ ഷേപ്പിനെ കുറിച്ച് നമ്മൾ സെൽ എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് ഫോക്കസ് ഏരിയയിൽ. അപ്പൊ ഈ ഒരു ചിത്രം നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഫസ്റ്റ് വൺ കോക്കസ് ആണ്, റൗണ്ട് ഷേപ്ഡ് അല്ലെങ്കിൽ സ്ഫെരിക്കൽ. ദെൻ ഇത് ബാസിലസ് ഓർ റോഡ് ഷേപ്ഡ്, ദണ്ട് പോലത്തെ ഷേപ്പ് ഉള്ളത്. ഇത് സ്പൈറൽ ഓർ സ്പൈറില്ലം. ലാസ്റ്റ് വൺ കോമ ഷേപ്ഡ്, അതിന് വിബ്രിയോ എന്ന് പറയും. കോക്കസ്, ബാസിലസ്, സ്പൈറില്ലം ആൻഡ് വിബ്രിയോ. The 8th question, identify the organisms A and B given below. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഒന്നും ടെക്സ്റ്റിൽ പറയുന്നില്ലെങ്കിലും ഈ പിക്ചേഴ്സ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അപ്പൊ എ എന്ന് പറയുന്നത് ടൊബാക്കോ മൊസൈക് വൈറസ്. ടൊബാക്കോ മൊസൈക് വൈറസ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് വൈറസ് ആണ്. ടൊബാക്കോ പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ആണ് ടൊബാക്കോ മൊസൈക് വൈറസ്. അതിന്റെ പിക്ചറാണ് എ. രണ്ടാമത്തത് ഒരു ബാക്ടീരിയോഫേജിന്റെ പിക്ചറാണ്. ഇതന്നെ ചിലപ്പോൾ ലേബൽ ചെയ്യാനായിട്ടും ചോദിക്കാം. ഹെഡ്, കോളറ്, അതുപോലെ ഷീത്ത്, ടെയിൽ ഫൈബേഴ്സ്, ഈ 4 പാർട്സ് ലേബൽ ചെയ്യാനായിട്ടും ചോദിക്കാം. അപ്പൊ ഈ ഒരു പിക്ചറും അതുപോലെ ഇതിലെ RNAയും ക്യാപ്സിഡും ലേബൽ ചെയ്യാനായിട്ട് ചോദിക്കാം. അതുപോലെ ഇതെന്താണെന്നും ചോദിക്കാം. അപ്പൊ ഈ 2 പിക്ചേഴ്സും NCERTയിലെ തറവായിരിക്കുക. ലേബൽ ചെയ്യാനോ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനോ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്.